ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ദൈവാത്മാവിനെക്കുറിച്ചുള്ള ചിന്തകളാണല്ലോ കഴിഞ്ഞ പാഠങ്ങളിൽ നാം ധ്യാനിച്ചത്. പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്ന് വസിച്ച സ്ഥലങ്ങളായി കാണുന്നത് സമാഗമന കൂടാരവും പിന്നീട് ദൈവാലയവുമാണ്. പുതിയ നിയമകാലയളവിൽ ദൈവത്തിൻ്റെ വാസം ഓരോ വിശ്വാസിയിലുമാണ്. പെന്തക്കോസ്ത് ദിവസത്തിൽ പത്രോസിൻ്റെ പ്രസംഗത്തിന് മുമ്പ് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയോടും പ്രത്യേകം അടയാളങ്ങളോടും കൂടെ ഇറങ്ങി വന്നു. അത് എന്നേക്കും വിശ്വാസിയോട് കൂടെ ഇരിക്കേണ്ടതിനാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 14:14 പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആത്മാവ് ഇനിയും ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതില്ല. ആത്മാവ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. പെന്തക്കോസ് നാളുകളിൽ തുടങ്ങി ഇന്നുവരെ ഒരിക്കൽ പോലും പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. അവിടുന്ന് സഭയിൽ സന്നിഹിതനാണ്. ഓരോ വിശ്വാസിയിലും അവിടുത്തെ സാന്നിധ്യമുണ്ട്. ലോകത്തിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഓരോ വിശ്വാസിയിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നു. നാം അവിടുത്തെ മന്ദിരമാണ്. യോഹന്നാന്റെ സുവിശേഷം 14:17 പ്രകാരം വായിക്കുന്നു: ലോകജനം സത്യത്തിൻ്റെ ആത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിനവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ എന്ന് യോഹന്നാന്റെ 1 ലേഖനം 4:4 വായിക്കുന്നു. ആത്മാവ് നമ്മിൽ വസിക്കുന്നതുകൊണ്ട് ജഡത്തെയും ലോകത്തെയും ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും ജയിക്കുവാനുള്ള ശക്തി അവിടുന്ന് നമുക്ക് നൽകുന്നും ഉണ്ട്. ഒരു വിശ്വാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുകയായിരുന്നു. ദാനധർമ്മിയും പരോപകാരിയുമായിരുന്ന അദ്ദേഹം അവസാനകാലം അല്പം സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ച് ലോകത്തോട് യാത്ര പറഞ്ഞു. അതുകൊണ്ട് വലിയ ആർഭാടമൊന്നുമില്ലാതെ ശുശ്രൂഷയുടെ ആദ്യ ഭാഗം അവസാനിച്ചു. ബോഡിയെടുത്ത് വളരെ ധൃതിയിൽ മറവ് ചെയ്യുവാൻ ഒരുങ്ങുന്നവരോടായി വൃദ്ധനായ പാസ്റ്റർ പറഞ്ഞു: മക്കളെ, ധൃതി പിടിക്കാതെ ശുശ്രൂഷ നിർവഹിക്കൂ. നിങ്ങൾ ചുമക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരത്തെയാണ് എന്ന് ഓർമ്മ വേണം. നാമും ഒരു വിശ്വാസിയെ കാണുമ്പോൾ ഓർക്കുക, നാം കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരത്തെയാണ് എന്ന്. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 6:19-20 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം ആകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്ക് ഉള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഈ വേദഭാഗം വ്യക്തമായി പറയുന്നു, ഓരോ ദൈവ പൈതലിൻ്റെയും ഉള്ളിൽ ദൈവത്തിൻ്റെ ആവാസമുണ്ട് എന്ന്. ഒരാൾ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ അവഗണിക്കുകയോ വേണ്ട രീതിയിൽ മഹത്വം കരയറ്റാതിരിക്കുകയോ ചെയ്യുമ്പോഴും ഒരു വിശ്വാസിയെങ്കിൽ അവൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവർ അവിടുത്തെ ശക്തി അനുഭവിക്കുന്നില്ല. ഇങ്ങനെ പറയുവാൻ കാരണമുണ്ട്. വേർപെട്ട സഭകളിലെ നല്ല ശതമാനം ആളുകളും കർത്താവിനെ സാക്ഷിക്കുന്നതിൽ വിമുഖത ഉള്ളവരാണ്. ഇവർ ഒരാളെ, അതും അടുത്ത ബന്ധുവിനെ തന്നെ കണ്ടുമുട്ടിയാൽ കുശല പ്രശ്നങ്ങളിലേക്ക് കടന്ന് വീട്ടുവിശേഷങ്ങളൊക്കെ തിരക്കി സമയം പാഴാക്കുന്നതല്ലാതെ അയാളുടെ നിത്യതയെക്കുറിച്ച് പറഞ്ഞ് രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ശ്രമിക്കാറില്ല. നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത് വിളിച്ചവനെക്കുറിച്ച് ഘോഷിപ്പാനല്ലേ? പിന്നെ എന്തിന് മടിച്ചു നിൽക്കണം? പലരും ചിന്തിക്കുന്നത് പുതിയ മാനദണ്ഡങ്ങളും പുതിയ സഭകളും പുതിയ പ്രസ്ഥാനങ്ങളും പുതിയ സംഗീതജ്ഞരും അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളാണ്. സഭയുടെ ഇന്നിൻ്റെ ആവശ്യം പുതിയ കാര്യങ്ങളൊന്നുമല്ല. പ്രത്യുത അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന ആ പഴയ ശക്തിയാണ്. അതുണ്ടെങ്കിൽ നമുക്ക് പുതുജീവനുണ്ടാകും, പുത്തൻ ഉണർവ് വരും, ശുശ്രൂഷകർ ആത്മാവിൽ ശക്തിപ്പെട്ട് പുതുക്കപ്പെടുകയും ചെയ്യും. ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു മനുഷ്യന് ആത്മാവിൻ്റെ വാൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാം. ആത്മാവിനാൽ നിറയാത്തവൻ തൻ്റെ വേദപുസ്തകം എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിവുള്ളവൻ ആയിരിക്കുന്നില്ല. ദൈവവചനമാണ് ആത്മാവിൻ്റെ വാൾ എന്ന് എഫേസ്യ ലേഖനം 6:17 പറയും. ആയുധമില്ലാത്തവൻ അടരാടുന്നതെങ്ങനെ?
നമുക്ക് എന്തുകൊണ്ട് ശത്രുവിനെ ജയിച്ചടക്കുവാൻ കഴിയുന്നില്ല? അതിന് ഒരു ഉത്തരമേ ഉള്ളൂ: ആത്മാവിൻ്റെ വാൾ ഉപയോഗിക്കുവാൻ അറിഞ്ഞുകൂടാ. കഴിഞ്ഞ കാലത്തെ ശുഷ്കമായ അനുഭവങ്ങളുടെ പിൻബലത്തിലാണ് ആളുകൾ എഴുന്നേറ്റ് പിശാചിനെതിരെ പോരാടുന്നത്. മാത്രമല്ല, കുറേ സിദ്ധാന്തങ്ങളും നവീന ചിന്താഗതികളും പുത്തനാശയങ്ങളും കൊണ്ട് പിശാചിനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ഇവയുടെ മേൽ പിശാച് അനായാസേന വിജയം നേടുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് പുറകിൽ നിന്ന് ഊരിയ വാളാണ്. അതിനോളം ആഴത്തിൽ മുറിവേൽപ്പിക്കുവാൻ കഴിവുള്ള മറ്റ് യാതൊരു ആയുധവുമില്ല. മനുഷ്യരെ തിരുവെഴുത്തിൽ വിശ്വസിപ്പിക്കുക എന്നത് നമ്മുടെ ജോലിയല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ജോലി അവർക്ക് ദൈവവചനം കൊടുക്കുക എന്നത് മാത്രമാണ്. വചനത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളും നമ്മുടെ ആശയങ്ങളും വ്യാഖ്യാനങ്ങളും പ്രസംഗിച്ചതുകൊണ്ടായില്ല. പ്രത്യുത ദൈവം നമ്മെ ഭരമേൽപ്പിച്ച സന്ദേശം അതേപടി ജനത്തിന് നൽകുകയാണ് വേണ്ടത്. ലൂക്കോസിൻ്റെ സുവിശേഷം 24 മുതൽ 47 വരെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഉയർത്തെഴുന്നേറ്റതിനു ശേഷം കർത്താവായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാക്കണം എന്നുള്ളത് തന്നെ. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്ന് എഴുതിയിരിക്കുന്നത് അവർക്ക് ബോധ്യമാക്കി കൊടുത്തു. അവർ അതനുസരിച്ചു. യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയിലെല്ലായിടവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ വീശി ചിലരെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് നയിച്ചു. അവിടെ സഭകളുണ്ടായി. നമുക്കും ആത്മാവിൻ്റെ വാൾ വീശി ചിലരെ കർത്താവിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.